കാണിച്ചു തരാം. മെഡ്വേ ക്യാമ്പസ് ആണ്. നമ്മൾ വന്ന വണ്ടി കിടക്കുന്നുണ്ട്. വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാരാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരുപാട് പഴക്കം ചെന്ന ഇത്രയും അടുത്തിരുന്നിട്ട് ഇത്ര 1000 കൊല്ലം കൂട്ടാവോ? ഇല്ല, ഇംഗ്ലീഷ് സീരീസ് ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതിനകത്ത് ആക്ടേഴ്സ് ഏതാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ വൈഫിൻ്റെ മെയിൻ ക്യാമ്പസിലേക്ക് നമ്മൾ പോവുകയാണ്. ലണ്ടനിലാണ് മെയിൻ ക്യാമ്പസ്. ഇതിപ്പോൾ ഇയാൾ പഠിക്കുന്ന ക്യാമ്പസ് ഇതാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്നത് മെഡ്വേ ക്യാമ്പസ് ആണ്. ഇവിടെയാണ് ഞാൻ പഠിക്കുന്നത്. കാരണം എൻ്റെ സയൻസ് സബ്ജക്റ്റ് ആയതുകൊണ്ട് സയൻസ് എല്ലാം മെഡ്വേ ക്യാമ്പസിലാണ്. അതുപോലെ ആർട്സ് ആൻഡ് ലിറ്ററേച്ചറൊക്കെയാണ് മെയിൻ ക്യാമ്പസിൽ. അപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ അത് ഞാൻ പഠിക്കുന്നത് ഇവിടെയാണ്. ഈ കാണുന്ന വണ്ടിയിലാണ് നമ്മൾ മെയിൻ ക്യാമ്പസിലോട്ട് പോകുന്നത്. ഇവിടെ നിന്ന് പിന്നെ നമ്മുടെ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് ഈ വണ്ടിയിലകത്തോട്ട് കയറുന്നത്. അപ്പോൾ നമ്മൾ മെയിൻ ക്യാമ്പസിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ വന്ന വണ്ടി കിടക്കുന്നുണ്ട്. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. കമോൺ. ഇതൊക്കെ ക്യാമ്പസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്ന ആൾക്കാരാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ക്യാമ്പസ് കാണാൻ വേണ്ടി തന്നെ പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വരാറുണ്ട് എപ്പോഴും. ഇവർ ടൂറിസ്റ്റ് ആണ്. ഇവിടെ ഭയങ്കര അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. ഇവിടെ ഒരു കൂൾ ഫീലാണ്. അടിപൊളി രസമാണ് ഈ ക്യാമ്പസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് പഴക്കം ചെന്ന, ഏത് വർഷമാണ് ഇത് ഇനാഗ്രേഷൻ ചെയ്തെന്ന് അറിയില്ല, പക്ഷെ ഒരുപാട് പഴക്കം ചെന്നൊരു ക്യാമ്പസാണ്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. ഒരുപാട് സിനിമയൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഹിന്ദി ഫിലിംസൊക്കെ. എനിക്ക് പേരൊന്നും ഓർമ്മയില്ല. നമുക്കൊട്ടും പ്രതീക്ഷിക്കാതെ അകത്തിയറിയപ്പ് കണ്ട കാഴ്ചയാണിത്.
അടുത്തിരുന്നിട്ട് ഇത്രയും അടിപൊളിയായിട്ട് ഒരു മ്യൂസിക്കൽ പെർഫോമൻസ് ആദ്യമായിട്ട് കാണും കേട്ടോ. കിഡിലെന്ന് പറയുമ്പോൾ കിഡിലൻ. 3 ഗേൾസ് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ആ വായിച്ചത് നിങ്ങൾ കേട്ടില്ല. എന്താ രസം! ഈയോ ഇതിവിടെ മ്യൂസിക് പഠിക്കുന്ന കുട്ടികളാണ്, ഇവിടുത്തെ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അവർ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ കണ്ടത്. ഈ ബിൽഡിംഗ് കാണുമ്പോൾ കാലാപ്പാനി സിനിമ ഓർമ്മ വരുന്നുണ്ട്. ഇവിടെ പെയിൻറ്റിങ്സ് നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഈ സെറ്റപ്പ്. നമ്മൾ കിടന്നുകൊണ്ട് ഇങ്ങനെ മുകളോട്ട് നോക്കിയിട്ട് നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്.
പഴയ തടവറ പോലുണ്ട് അല്ലേ? അതെ അതെ, തടവറ പോലുണ്ട്, തടവറ. ഇവിടെ എന്തൊക്കെയോ കൊണ്ട് അടച്ചു വെച്ചിരിക്കുക. ഇതിന് മുന്നേ ഇവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് തടവറയാണ്. ഇതെല്ലാം ക്ലോസ് ചെയ്തിരിക്കുക. ഇതിന്റെ ഉള്ളിൽ എന്താന്ന് നമുക്ക് അറിയത്തില്ല. ഗെയിമിന്റെ പേരെന്തോന്ന് അറിയത്തില്ല, പക്ഷെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. പേരറിയത്തില്ല. ഇപ്പോഴും കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു, പക്ഷെ നമുക്കറിയില്ല, കൂടുതലൊന്നും അറിയില്ല. ഇതെല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കട്ടോ. ചെറിയ ബോൾ കൊണ്ട് ഇതെല്ലാം തട്ടിയിടാൻ പറ്റുമെന്ന് അറിയില്ല. ഇത് പഴയ കാലത്തെ സംഭവമാണ്. ഇത് എങ്ങനെ നമുക്ക് ആ ബോളിന് അത്ര വെയിറ്റ് ഉണ്ടാവുമെന്ന് അറിയില്ല. കാരണം ഇത് ബോളിന്റെ വെയിറ്റോടെ നമുക്ക് ചെക്ക് ചെയ്യാം. Essentially 5 they arrive. Oh, even that's in. I'll get off your way then. Yeah, of course you can. Can I? Yes, you can. Oh. You just have to pick it up at the end. Pick up yours. Yeah, no, at the end. If they fall, you have to pick them up. Oh. That's how you do come back. സുഹൃത്തുക്കളെ, ഞാൻ മൂന്നെണ്ണം മറിച്ച് താഴെ പക്ഷെ ഇതെല്ലാം താഴെ മറിഞ്ഞു പോണോ അങ്ങനെ എന്തുകൊണ്ട് ഈ റൂളിനകത്ത്? പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മളെല്ലാം മറിച്ചിട്ടല്ലോ. ഇതുണ്ടോ ഇതിന്റെ പഴക്കം കണ്ട ഇവിടെ നോക്കി എന്റെ പഴക്കം മനസ്സിലാവും. 1000 കൊല്ലം പഴക്കം ഉണ്ടെന്ന് തോന്നുന്നു. ഇത് തിരിച്ചതുപോലെ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ 4, ഇവിടെ 3, ഇവിടെ 2, ഇവിടെ 1. ഇത് 1860s സംഭവമാണ് കേട്ടോ. എത്ര വർഷം പഴക്കമുണ്ടെന്ന് ഊഹിക്കാമല്ലോ. ഒരു 1000 കൊല്ലം കൂട്ടാവും. ഇല്ല, 1000 കൂട്ടാൻ പറ്റൂല. 1000 വളരെ കൂടുതൽ.
ഈ സെറ്റപ്പ് ഒക്കെ കണ്ടോ? ഇവിടെ എന്തോ ഭയങ്കര ഷൂട്ടിംഗ് നടക്കുക. എനിക്ക് തോന്നുന്നു ഈ ഇംഗ്ലീഷ് സീരീസ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ എന്തോ സംഭവമാണ്. അപ്പോൾ അവർ കുറേ ക്യാമറാസും കുറേ സെറ്റിങ്സും ഒക്കെ ആയിട്ട് വന്നിരിക്കുക. കുറേ നേരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റൗണ്ടും പഠിക്കുന്നുണ്ട്. എൻ്റെ മുകളിൽ ഈ സൺഷെയ്ഡ് പോലെ എന്തോ വെച്ചിരിക്കുന്നുണ്ടോ, വെയിലടിക്കാതിരിക്കാൻ. അവർ സ്റ്റാർട്ട് ചെയ്തോന്ന് അറിയത്തില്ല. പക്ഷേ ഇവിടെ മൊത്തം ഒരു ഷൂട്ടിങ്ങിൻ്റെ ഒരു ഭയങ്കര ഒരു ഫിലിം ഷൂട്ടിങ്ങിൻ്റെ ഒക്കെ ഒരു രീതിയിൽ അറ്റ്മോസ്ഫിയർ ആയിട്ട്. നമ്മുടെ നാട്ടിലെ പോലെ ആർട്ടിസ്റ്റ് അങ്ങനെ ശരിക്കും മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെയൊന്നും അല്ല. അവർ വളരെ റിയൽ ആയിട്ടാണ്. അതുകൊണ്ട് ഇതിനകത്ത് ആക്ടേഴ്സ് ഏതാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ പേര് ബിമിനി. ബിമിനി എന്ന് പറയുന്നത് ഒരു സീരീസിൻ്റെ ഷൂട്ടിംഗ് അടുപ്പാണ്. ഒരു കുറേ ടേക്കായി. കാണാൻ നല്ല രസമുള്ളതുകൊണ്ട് ഞങ്ങളിങ്ങനെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. Ładne.有芥蒂。എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഫുഡ് വാങ്ങിച്ചേട്ടോ അവനെ. ആഹാ സൂപ്പർ ചേച്ചി, മുട്ട ചേച്ചി. ചൈനീസ് ഫുഡിൻ്റെ ബുദ്ധൻ വേണം.
അപ്പം ഞങ്ങൾ തിരിച്ച് യൂണിയനിലെത്തിയിരിക്കുവാണ്. ഒരുപാട് ട്രാവൽ ചെയ്തു, നല്ല രസമായിരുന്നു. അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് പിന്നെയും കാണാം. അതുവരേക്കും ബൈ ബൈ.